പാടൊന്നുമില്ല. ഒരു വൺ ടൈം ഡീസൻറ്റ് വാച്ച് പടമാണ്. കാര്യമായിട്ടും പറയാം. കാർത്തിക് സുബ്രാജ് എന്ന് പറഞ്ഞൊരു എക്സ്പെക്ടേഷൻ വിട്ടിട്ട് വരികയാണെങ്കിൽ നല്ലൊരു പടമാണ്. കാണും, എല്ലാവരും പോയി കാണും. ഒരു വൺ ടൈം വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള പടമാണ്. ഈ പറയുന്ന അത്ര ബാഡൊന്നും അല്ല. അനാവശ്യമായിട്ടുള്ള ഡീഗ്രേഡിംഗ് ഉണ്ട്. ഇതിലൊരു വൺ ടൈം വാച്ചിനുള്ള ഈ നിങ്ങൾ പറയുന്ന ആൾക്കാർ പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഡീഗ്രേഡിംഗ് ആണ്. അത്രയുള്ള ഡീഗ്രേഡിംഗ് ഇല്ല. ഉപയോഗമില്ലാതെ കുറേ ഫൈറ്റ് സീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 10-8 പടമൊന്നുമില്ല കേട്ടോ. ഓപ്പണായിട്ട് പറയാം, 10-8 പടമൊന്നുമില്ല. ഞാൻ ഡീഗ്രേഡ് ചെയ്യുന്നില്ല. എൻ്റെ ഫേവറേറ്റ് ഡയറക്ടറാണ്. ഞാൻ അയാളെ എല്ലാ സിനിമയും കണ്ടിട്ടുണ്ട്. ഞാൻ കാർത്തിക് സുബ്രാജിന്റെ എല്ലാ ഫിലിമോഗ്രാഫി വെച്ച് നോക്കുമ്പോൾ കുറച്ച് വീക്കാണ്. എന്നാലും നിങ്ങൾ ആ ഒരു കാർത്തിക് സുബ്രാജിന്റെ ഒരു എക്സ്പെക്ടേഷൻ വെച്ച് അല്ലാണ്ട് വരുവാണെങ്കിൽ നിങ്ങൾ ഷുവറായിട്ട് ആ പടം എൻജോയ് ചെയ്യും. അത് ഞാൻ ഉറപ്പായിട്ടും ഗ്യാരണ്ടി ആവുന്നത് ആർക്ക് വേണോ ഇത് കൊടുക്കണം. ആക്ച്വലി പറയാം, കാരണം ഞാൻ പറയട്ടെ, ഓരോ സ്ഥലത്ത് ഫൈറ്റ് സീൻസ് ഉണ്ട്, പാട്ടും ഇല്ല, ഒന്നുമില്ല. ആവശ്യമില്ലാത്ത സ്ഥലത്ത് ആവശ്യമില്ലാത്ത സാധനം കൊണ്ട് വെച്ചിട്ടുണ്ട്. ഞാൻ പറയാം, ഒരു സീനിൽ ഫൈറ്റ് അടിപൊളിയാണെങ്കിലേ ആ ടൈമിലുള്ള പാട്ട് ശരിയാവില്ല. ആ പാട്ട് ഞാൻ ചേട്ടാ എൻ്റെ ഫേവറേറ്റ് ഡയറക്ടറാണ്. അയാളെ എല്ലാ സിനിമയും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് അതുകൊണ്ട് ഞാൻ പറയാം, എടാ ഒരുപാട് സാധനങ്ങൾ ആഡ് ചെയ്താൽ മാത്രം കാര്യമില്ല. കാർത്തിക് സുബ്രാജ് എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ പറയട്ടെ, നിങ്ങൾ ആ ഒരു എക്സ്പെക്ടേഷൻസ് വരുന്നതുകൊണ്ടാണ് കാർത്തിക് സുബ്രാജ് എന്ന് പറഞ്ഞ പടം മറ്റൊരു ആസ് എ പടം അത് ആക്ച്വലി ഒരു ഡീസന്റ് വാച്ച് തന്നെയായിരുന്നു. അതാ പറയുന്നത്. നിങ്ങൾ എന്തിനാണ് അത്രയും കാർത്തിക് സുബ്രാജ് എന്ന് പറഞ്ഞ എക്സ്പെക്ടേഷൻ വയ്ക്കുന്നത്? അല്ലാണ്ട് ഒരു പടമായിട്ട് പോയി കാണും. ഞാൻ പറയട്ടെ, അത് ഓക്കെ. നീ ചിരിച്ചില്ലേ? ഞാൻ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്, ക്ലൈമാക്സ് പ്രശ്നമായിരുന്നു. ഇത്രേ ഉള്ളൂ. ആക്ച്വലി ഇത്രയും ഡിഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വരണം സത്യം പറഞ്ഞ സൂര്യയുടെ റിട്ടയർമെന്റ് പടം മൂഞ്ചി പടം അങ്ങ് ടോട്ടലി ഡിസാസ്റ്റർ ആയിരുന്നു. ഒന്നും പറയാം. പടം പറയുമ്പോൾ സൂര്യനെ വലിയ മാസമൊന്നും നമുക്ക് ഫീൽ ആയില്ല. സത്യം പറയാം, സോ ഭയങ്കര ഡിസപ്പോയിന്റ് ആയിട്ടുണ്ട്.